നമസ്കാരം. കേരള ഗവൺമെന്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ്. തൊഴിലുറപ്പ് ക്ഷേമനിധി രജിസ്ട്രേഷൻ പദ്ധതി എന്നാണ് അത് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ തൊഴിലുറപ്പ് ക്ഷേമനിധി രജിസ്ട്രേഷൻ പദ്ധതി. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേമനിധി രൂപീകരിച്ചതും അതുപോലെ തന്നെ ഈ ക്ഷേമനിധി രജിസ്ട്രേഷൻ തയ്യാറാക്കുന്നതും എല്ലാം ഈ കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തൊഴിലുറപ്പ് ക്ഷേമനിധി രജിസ്ട്രേഷൻ ഈ 20 ലക്ഷം തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നതോടൊപ്പം തന്നെ അത് എന്തൊക്കെ ആനുകൂല്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന അംഗങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന വിവാഹങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസം, പെൻഷൻ, ഇത് കഴിഞ്ഞിട്ടുള്ള ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞെന്നാൽ പിന്നെ തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതിനുശേഷം പെൻഷൻ വീട്ടുകളിൽ എത്തിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ തൊഴിലുറപ്പ് ക്ഷേമനിധി രജിസ്ട്രേഷൻ പദ്ധതി കൊണ്ട് കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയായ ക്ഷേമനിധിയിലേക്ക് സർക്കാരിന്റെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും ഒരു വിഹിതം ഇതിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട്. ഇത് തൊഴിലാളികളുടെ വിഹിതമായിട്ട് 50 രൂപയും അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ പദ്ധതി സർക്കാർ ഇടുന്ന തുക എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ തൊഴിലാളി അടക്കുന്ന 50 രൂപയും അതുപോലെ തന്നെ സർക്കാർ ഇടുന്ന 50 രൂപയും കൂടി ചേർത്താണ് ഈ രജിസ്ട്രേഷൻ പദ്ധതിയിലേക്ക് നമ്മൾ തുക ഇടുന്നത്. തൊഴിലുറപ്പ് ക്ഷേമനിധി രജിസ്ട്രേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ എല്ലാ തൊഴിലാളികൾക്കും ഇതിന്റെ നേട്ടം കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. LDF ഗവൺമെന്റ് എന്നും തൊഴിലാളികളുടെ ഒപ്പം തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. രജിസ്ട്രേഷൻ പദ്ധതിയുടെ ഈ കമ്പ്യൂട്ടർ വർക്കുമായിട്ടുള്ള അനുബന്ധ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് സീഡിറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ്. സീഡിറ്റ് അതിന്റെ വർക്കുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആ വർക്ക് പുരോഗമിച്ചത് തീർന്നതോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളും വഴിയാണെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും കേരള ഗവൺമെന്റിന്റെ ആണെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരാണ് ഇത് പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൻതോതിലുള്ള പിരിവും കാര്യങ്ങളും മറ്റും പല ജില്ലകളിലും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയല്ല. ഇത് ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്.